ബലൂചിസ്ഥാനിലെ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലായിരുന്നു അവൾ ജനിച്ചത്. 18-ാം വയസ്സിൽ തന്നെ അവൾ വിവാഹിതയായി. പാകിസ്ഥാൻ എയർഫോഴ്സ് പൈലറ്റാണ് അവളെ വിവാഹം കഴിച്ചത്. ഏതൊരു പെൺകുട്ടിയെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളോടെ ജീവിതത്തെ കണ്ട അവളെ ഒരു കാറപകടത്തിന്റെ രൂപത്തിലായിരുന്നു വിധി തകർത്തെറിഞ്ഞത്. കൊക്കയിലേക്ക് മറിഞ്ഞ കാറിൽ നിന്ന് അവളുടെ ഭർത്താവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ ജീവൻ മാത്രമാണ് അവൾക്ക് തിരിച്ചു കിട്ടിയത്. അവളെ നോക്കി ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ കൈത്തണ്ടയും തോളെല്ലുകളും വാരിയെല്ലുകളും ഒടിഞ്ഞിരിക്കുകയാണ്. കരളിനും ശ്വാസകോശത്തിനും പരിക്കുകളുണ്ട്. ചിത്രകാരിയായ നിങ്ങൾക്ക് ഇനിയൊരിക്കലും ഒരു പേന പോലും പിടിക്കാനാകില്ല. മാത്രമല്ല, ഒരമ്മയാവുക എന്ന സ്വപ്നത്തെ നിങ്ങൾ എന്നേക്കുമായി മറക്കുക. ആശുപത്രിയുടെ വെള്ളച്ചുമരുകൾ അവളെ വല്ലാതെ ഒറ്റപ്പെടുത്തി. വിധി പിന്നെയും അവളെ വേട്ടയാടി. ഡ്രൈവിംഗിനിടയ്ക്ക് ഭർത്താവ് ഉറങ്ങിപ്പോയതായിരുന്നു അന്ന് അപകടം നടക്കാൻ കാരണം. എന്നിട്ടും അയാൾ അവളെ ജീവിതത്തിൽ തനിച്ചാക്കി കടന്നുപോയി. പക്ഷേ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കില്ല എന്ന് വൈദ്യശാസ്ത്രം എഴുതിയ വിധിയെ നോക്കി പുഞ്ചിരിച്ച് അവൾ വീൽചെയറിലേക്ക് കൂറുമാറി. വേദന കടിച്ചമർത്തി കയ്യിൽ ബ്രഷ് ചേർത്ത് പിടിച്ച് ചിത്രങ്ങൾ വരച്ചു. തന്റെ പേടികളോട്, വേദനകളോട് അവൾ പൊരുതാൻ തീരുമാനിച്ചു. അവളുടെ ചിത്രങ്ങൾക്ക് ആവശ്യക്കാരേറി. ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് അവൾ അമ്മയായി. മോഡലിംഗിലും ആങ്കറിംഗിലും അവൾ തന്റെ സാന്നിധ്യം അറിയിച്ചു. വീൽചെയറിലുള്ള ആദ്യ ആങ്കറെന്നും മോഡലെന്നുമുള്ള അംഗീകാരം അവളെ തേടിയെത്തി. വിധിയെ പേടിച്ചോടിപ്പിച്ച ഇവളെ നമുക്ക് മുനീബ മസാരി എന്ന് സ്നേഹത്തോടെ വിളിക്കാം. പാകിസ്ഥാനിലെ ആദ്യ വനിതാ ഗുഡ്വിൽ അംബാസഡറായി മുനീബയെയാണ് UN നിയമിച്ചത്. പാകിസ്ഥാന്റെ ഉരുക്ക് വനിതയെന്നാണ് ലോകം മുനീബയെ വിശേഷിപ്പിക്കുന്നത്. തോൽവികളെ പേടിച്ച് ഓടിത്തുടങ്ങിയാൽ നാം ഓടിക്കൊണ്ടേയിരിക്കും. ആ പേടികളോട് പൊരുതാൻ എന്ന് തീരുമാനിക്കുന്നുവോ, അവിടെ വിജയത്തിന്റെ ആദ്യ പടി നമുക്ക് മുന്നിൽ തെളിയുന്നത് കാണാം. ഒരു പുഞ്ചിരിയോടെ ആ പടികൾ മുന്നോട്ട് കയറാനുള്ള ഉൾക്കരുത്ത് നമുക്കുണ്ടാകട്ടെ. ശുഭദിനം.